ജുമുഅ ഒരിക്കലും നഷ്ടപ്പെടുത്തി പോകരുത്. അന്നത്തെ ദിവസം അൽ കഹ്ഫ് സൂറത്ത് ഓതിയിരിക്കണം. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ ലൈലത്തിൽ ജുമുഅ വിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅതൈനി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅയിൽ സൂറത്തുൽ കഹ്ഫ് അതിന്റെ രാത്രിയിലോ പകലിലോ ഓതിയാൽ അടുത്ത ഒരാഴ്ചക്കിടെ പ്രകാശം ഇട്ടു തരും നബി മുഹമ്മദ് മുസ്തഫ. ഒരു ആത്മീയമായ പ്രകാശം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രകാശത്തിലാണ് പതിയാങ്കര ഉസ്താദൊക്കെ നടക്കുന്നത്. ആ പ്രകാശം നാളെ മഹ്ശറിൽ ഉണ്ടാകും. എങ്ങനെയാണ്? യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം ബുശ്റാകുമുൽ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നബിയെ തങ്ങൾക്ക് കാണാൻ സാധിക്കും. റസൂലേ യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത് യസ്ആ നൂറുഹും അവരുടെ പ്രകാശം ഓടുകയാ ബൈന ഐദീഹിം വബിഐമാനിഹിം അവരുടെ മുന്നിലൂടെ വലത്തിലൂടെ അവരുടേതാകുന്ന സർവഭാഗത്തിലൂടെയും പ്രകാശമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ബുശ്റാകുമുൽ യൗം മലക്കുകൾ വിളിച്ചു പറയുകയാണ്, കടന്നു വരൂ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങളൊരു കാലഘട്ടത്തിന് കൊളുത്തി വെച്ചിട്ടുള്ളത് ആത്മീയമാകുന്ന ശോഭനമാകുന്ന മുഹൂർത്തങ്ങളാണ്. 10 വർഷത്തോളം പതിയാങ്കരയെ നിങ്ങൾ ആത്മീയമായി ധന്യമാക്കിയവരല്ലേ? ആത്മീയമാകുന്ന പ്രകാശത്തിന്റെ പ്രചല പ്രഭയിലേക്ക് ശാന്തുല തീരത്തേക്ക് കൊണ്ടുപോയവരല്ലേ? അറുതിയിൽ നിന്നതാകുന്ന വറുതിയിൽ നിന്ന് സമൂഹത്തെ ദീനിൻ്റെതാകുന്ന മാർഗത്തിലേക്ക് എത്തിച്ചവരല്ലേ? സമ്പാദ്യമുള്ളവരാക്കി മാറ്റിയവരല്ലേ? സാമ്പത്തിക അഭിവൃദ്ധിയുള്ളതാകുന്ന ജനസമൂഹമായി ആത്മീയതയുടെ വിഭിന്നമാകുന്ന തലത്തിലേക്ക് അവരെ കൊണ്ടുവന്നവരല്ലേ? ബുശ്റാകുമുൽ യൗം നിങ്ങൾക്കിതാ സന്തോഷം. യസ്ആ നൂറുഹും യസ്ആ എന്നതിന്റെ ഫീലിന്റെ ഫാഇൽ പറഞ്ഞത് അവരുടെ പ്രകാശം ഓടുവെന്നാണ്. നൂറുഹും അവരോടുവെന്നല്ല, യസ്ആ നൂറുഹും അവരുടെ പ്രകാശമാണ് ഓടുക എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യൻ പ്രകാശത്തിന്റെ ഒരു രൂപമായിട്ട് മാറുമെന്നർത്ഥം. അങ്ങനെയാണ് ആണ് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവനെ നോക്കുമ്പോൾ അവനെ കാണാൻ കഴിയില്ല, ഫുള്ള് പ്രകാശം. ഒരു പ്രകാശം ഇങ്ങനെ ഓടുന്നതായിട്ട് ഓടും. യസ്ആ നൂറുഹും ഖുർആൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, പ്രകാശമാണ് ഓടുന്നത്. കാരണം എന്താ? ആ മനുഷ്യൻ അങ്ങനെ അമൽ ചെയ്ത് അവനൊരു പ്രകാശത്തിന്റെ ഗോപുരമായി മാറി. അള്ളാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണല്ലോ ആലിമീങ്ങൾക്ക് മുഖത്തുള്ള ശോഭ. നമ്മളൊരു സാധനം കണ്ടാൽ പറയുമല്ലോ, നല്ല സമുന്നതരായ ആലിമിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ വഖാർ, ഗാംഭീര്യം, അദ്ദേഹത്തിന്റെ ഈമാൻ കണ്ടാൽ പിന്നെ നമുക്ക് അപ്പുറത്തേക്കൊന്നുമില്ല. നല്ല ഈമാൻ തുളുമ്പുന്ന മുഖം, സ്വാലിഹായ മനുഷ്യനാണെന്ന് അദ്ദേഹത്തെ കണ്ടാൽ അറിയാം. നമ്മൾ പറയാറുണ്ട്, അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അതാണ് പറഞ്ഞത്, ആ പ്രകാശം ഇട്ടുകൊടുത്ത മഹത്തുക്കളാണ് കിടക്കുന്ന മഹാന്മാർ. അള്ളാഹുരുടെ തണല് പറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരെ എതിർത്ത് അവരെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ അശ്ലീലത വിട്ട് ഇങ്ങനെ കണ്ടുനിറച്ചതിന് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാകുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് ഈ സമൂഹത്തെയും ഈ സമുദായത്തെയും ലോകരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. വിവരമില്ലാത്ത അത്തരത്തിലുള്ളതാകുന്ന ജൽപ്പനങ്ങൾ നടത്തുന്നതായ നവീനവാദികളിൽ നിന്ന് അള്ളാഹു ഈ ലോകത്തെ സംരക്ഷിക്കുമാറാവട്ടെ. കാരണം അവരെ തിരിഞ്ഞവരാണ് ഈ സമൂഹം. അവരുടേതാകുന്ന ആത്മീയത കണ്ടവരാണ്. അവർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. അവർ പരിശുദ്ധ ദീനിൻ്റെതാകുന്ന സംസ്ഥാപനത്തിന് വേണ്ടി, ഈ നാടിന്റെ ആത്മീയമായ വെളിച്ചത്തിന് വേണ്ടി, ഉണർവിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയത് കൊണ്ടാണ് ഇന്നിവിടെ തലയെ കെട്ടിയ ഉസ്താദുമാർ ധാരാളം ഉണ്ടായത്. ഇന്നിവിടെ തലയിൽ തൊപ്പിയിട്ടതാകുന്ന ഉമറാക്കൾ ധാരാളം ഇവിടെ റെഡിയായത്. ചെറുപ്പക്കാരടക്കം ഈ ആത്മീയമാകുന്ന സദസ്സിൽ 9 മണിക്ക് മുമ്പേ തന്നെ സജ്ജരായി നിലകൊണ്ടത് അവർ കൊളുത്തിവെച്ചതാകുന്ന ദീപശിഖയുടെ കാരണമായിട്ടാണ്. അവർ കൊളുത്തിവെച്ചതാകുന്ന പ്രകാശത്തിന്റെ അരുണോദയമാകുന്ന ശോഭയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെയൊക്കെ പിൻപറ്റാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവ അഹങ്കാരവും ധിക്കാരവും വെച്ച് ഈ ദുനിയാവിൽ നീ ജീവിക്കണ്ട. ഹലാലായ സമ്പാദത്തിന് വേണ്ടി നീ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി
ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിനെ തന്നെയാണ് സത്യം. മൽ ഫഖറ അഖ്ശാ അലൈക്കും, അല്ലയോ സഹാബ നിങ്ങളുടെ മേൽ എനിക്ക് ഭയം ദാരിദ്ര്യമല്ല, ദാരിദ്ര്യമല്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബസത ദുനിയാ, ഞാൻ നിങ്ങളുടെ മേൽ ഭയക്കുന്നത് ദുനിയാവ് വിശാലമാകലാണ്. ഈ ദുനിയാവ് നിങ്ങൾക്ക് അപാരമായി വിശാലമാകലാണ്. എനിക്കെന്റെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങളോടുള്ള ഭയപ്പാട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ദുനിയാവ് വിശാലമാകലാണ് എനിക്ക് ഭയപ്പാട്. മനസ്സിലായിക്കോ? പതിയാങ്കരയിലുള്ളവർ റസൂലുള്ളാഹിന്റെ വാക്കാണ്. 1400 വർഷം മുമ്പ് പറഞ്ഞത് ഇന്ന് പ്രവാചകരുടെ ജീവിതം, പ്രവാചകരുടെ വാക്ക് നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുക. ദാരിദ്ര്യം എനിക്ക് ഭയപ്പാടില്ല. പതിയാങ്കരയിലുള്ള ഇന്ന ഉപ്പ ദാരിദ്ര്യം വന്ന് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് എനിക്ക് ഭയമില്ല. മുത്തുനബിയുടെ അധ്യാപനാണ് പറഞ്ഞത്. മറിച്ച് വലാകിൻ അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ, ഈ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാവൽ, നിങ്ങൾക്ക് സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി കൂടിക്കൂടി വരൽ, അതെനിക്ക് ഭയമുണ്ട് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുത്തുനബി ഭയക്കാൻ നമ്മുടെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് വിശാലമാകുന്നതിനെ ഭയക്കുന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കും, ഒരു 30 കൊല്ലം മുമ്പ് എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഒന്ന് പുറകോട്ട് ചിന്തിക്കും. ഇന്ന് കാണുന്ന ഈ സമ്പത്തുണ്ടോ? ഇന്നിപ്പോ വീട് എത്തിച്ചു. അന്ന് വീടില്ലാത്തവരൊക്കെ ഇന്ന് വീടാക്കി. ഒരു 30 കൊല്ലം കൊണ്ട് വീടുണ്ടാക്കി, വാഹനം റെഡിയാക്കി, മക്കളൊക്കെ നല്ല നിലയിൽ വിദ്യാഭ്യാസം കൊടുത്ത് പല കോണുകളിലായി. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്, പല കോണുകളിലും നല്ല വിദ്യാഭ്യാസം ഉള്ളവരായി. പണ്ട് കടലിൽ പോയി മീൻ പിടിച്ചതിന് വരെ ഇന്ന് കടലിന്റെ വലിയ മുതലാളിയായി മാറി. ഇന്ന് കണക്ക് പിള്ളയായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവർ കടലിലൊന്നും പോവില്ല. അന്ന് കടലിൽ പോയി മീൻ പിടിച്ചതിന്റെയും കയറി പിടിച്ചതിന്റെ ഒക്കെ തഴമ്പുള്ള ആളുകൾ, പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വല്ല പണിയുണ്ടോ? ഇന്നിപ്പോ പൈസ ഉണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് നല്ല മട്ടൻ ബിരിയാണി വെക്കണമെന്ന് കരുതിയാലും കുഴിമന്തി വെച്ച് അടിക്കും. ഇപ്പൊ കടപ്പുറത്ത് പോയി കുഴിയെടുത്ത് അടിക്കും. അതിന് പറ്റിയ സാമ്പത്തിക ശേഷി അള്ളാഹു ഇന്ന് നൽകിയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ഈ സദസ്സ് പിരിഞ്ഞിട്ട് ഇന്ന് തന്നെ ഒരു മട്ടൻ മന്തി വെക്കണമെന്ന് കരുതിയാൽ, അതിനുള്ള ഒരു ആവശ്യം നിങ്ങൾക്കുണ്ടായാൽ, അതിനുള്ള ഒരു സാഹചര്യം മക്കളെ പറയാണ് വാപ്പ ഇന്ന് വേണം നിർബന്ധം പിടിച്ചാൽ, അതിനുള്ള ഒരു അവസ്ഥ അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തികമായി നൽകിയിട്ടില്ലേ? ഉണ്ട്. അള്ളാഹു നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. 30 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു ഒരു ഇറച്ചിയുടെ ഒരു കഷ്ണം കിട്ടാൻ, ഒരു മാംസം കിട്ടാൻ, ഒരു വറ്റ് കഞ്ഞി കിട്ടാൻ? അള്ളാഹു നമുക്ക് അന്ന് എത്ര പരീക്ഷണങ്ങളാ നൽകിയത്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറയും, ഉറക്കെ പറയും സഹോദരങ്ങൾ. ഒന്നുകൂടി പറയും, ഒന്നുകൂടി. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ എന്നോട് നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അധികമായി തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നീതി നിഷേധം കാണിച്ചാൽ, നന്ദികേട് കാണിച്ചാൽ എന്റെ ശിക്ഷ അതികഠിന കഠോരമാണ്. അല്ലാഹു പറയാൻ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നന്ദിയോടുകൂടി സ്മരിക്കേണ്ട വിഭാഗമാണ് നമ്മുടെ ഈ കടപ്പുറ നിവാസി. റബ്ബിനെ എപ്പോഴും സ്മരിക്കണം. നമുക്കിപ്പോഴും ചിലർക്ക് പറയാൻ ഇങ്ങോട്ട് നമ്മൾ അൽഹംദുലില്ലാ പറയുന്നവരാകണം എപ്പോഴും. മുൻകാലഘട്ടത്തിനുള്ള നിലകൊള്ളണേ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിലേക്ക് പാപമോചനം തേടണേ. എന്താണത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം? പാപമോചനം പുറത്തു തരിക, പാപമോചനം നടത്തുക മാത്രമല്ല, അല്ലാഹു നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ പുറത്തു തരിക മാത്രമല്ല, പാപമോചനത്തിനോടൊപ്പം പടച്ച റബ്ബ് ഓഫറിൻ്റെതാകുന്ന പെരുമഴ വർഷിക്കുകയാണ്. നിങ്ങൾക്ക് അല്ലാഹു സാമ്പത്തികമാകുന്ന അഭിവൃദ്ധി നൽകുകയാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങളെ, കടപ്പുറത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകുകയാണ്. വയംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളും സ്വർഗീയമാകുന്ന അരുവികളും അല്ലാഹു നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. കേവലം ഒരു അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിന്റെ മഹത്വം മാത്രമാണ് ഖുർആനിൽ ഈ പറഞ്ഞത്. സൂറത്തുൻ നൂഹ്.
അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഒരു 100 പ്രാവശ്യമെങ്കിലും ഡെയിലി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെല്ലണം. അതൊന്നുമില്ല. ഇങ്ങനെ രാവിലെ എഴുന്നേക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, പള്ളിയിൽ പോകുന്നു, ഫനായും ഫസാദും പറയുന്നു. ഉസ്താദില്ലേ, അവിടെ പോയി ഇതൊക്കെ ചോദിച്ചോണ്ടിരിക്കാൻ മുത്താലികളില്ലേ, അവിടെ പോയി അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുക ശരിയല്ല. ഇതൊക്കെയാണ് നമ്മൾ സംസ്കാരം കഴിഞ്ഞുകൊണ്ട് വാതിക്കലോട്ട് വന്നിരിക്കുക, സ്വറ പറയുക, കഥ പറയുക, ഫനായും ഫസാദും പറയുക. നമ്മുടെ നാവിന് ആദ്യം കൂച്ചുവിലങ്ങിടുക, എന്നാൽ തന്നെ നന്നാവും. ഇന്നിപ്പോ ഈ ആശറായിന്റെ സുദിനത്തിൽ തന്നെ എത്ര ഫനായ പറഞ്ഞത്. നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? നമ്മുടെ നോമ്പ് കളഞ്ഞു കുടിച്ചില്ലേ? എത്രയോ ഫനായും ഫസാദ് നമ്മൾ പറയുന്നത്. ആവശ്യമില്ലാത്ത വർത്താന, ഗീബത്ത്, നമീമത്ത്, പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എത്രയോ സഹോദരിമാർ വൈകുന്നേര സമയങ്ങളിൽ അയൽവക്കത്തുള്ളതാകുന്ന സഹോദരിമാരുമായി വർത്താനം പറയുന്നു. ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ, ഫനായ്ക്കും ഫസാദിനും നേതൃത്വം കൊടുക്കുന്നു. അതിനുള്ള വാട്സാപ്പ് കൂട്ടായ്മ, ഇന്ന് കഴിച്ചതും കഴിക്കാൻ പോകുന്നതും നാളെ അടുപ്പിലിടുന്നതും ഊതിക്കുന്നതും കറിവെക്കുന്നതും തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെ കുറിച്ചും ചർച്ച ചെയ്യാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകൾ ക്രമീകരിക്കുക. എന്നിട്ട് അതാണ് ചർച്ച. എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കൂട്ടായ്മ? ചില വാട്സാപ്പ് കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കുന്ന ദുരന്തം ഇന്നും ഈ സമൂഹത്തിന് വല്ലാതെ മോശമാണ്. പഴയതാകുന്ന കൂട്ടുകാരികളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള കൂട്ടായ്മകൾ ഇന്ന് സമൂഹത്തിൽ ഇന്ന് ധാരാളം കൂടി വരുന്നുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചതാകുന്ന കൂട്ടുകാർ, +2 പഠിച്ചതാകുന്ന കൂട്ടുകാരികൾ ഒരുമിച്ച് കൂട്ടിയിട്ടൊരു ഗ്രൂപ്പാക്കി, വാട്സാപ്പ് ഗ്രൂപ്പാക്കി, ചാറ്റിംഗ് ആക്കി, അവസാനം അതിലുള്ള പ്രൊഫൈൽ പിക്ചറിലുള്ളതാകുന്ന പഴയ കൂട്ടുകാരിയുടെ തൊലിയുടെ വെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തി. ആ ചാറ്റിംഗ് പിന്നെ അവിടെ അവസാനം അവരുടെ സ്വന്തം ശരീരത്തെ ചീറ്റിംഗ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടില്ലേ? ഇന്ന് ഗെറ്റ് മറ്റു പരിപാടികളുമായിട്ട് നടത്തപ്പെടുന്നതാകുന്ന പരിപാടികൾ, സ്കൂളിൽ പണ്ട് പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ ഒരുമിപ്പിച്ചുകൊണ്ട് 978-ലും 88-ലും 90-കളിലും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാകുന്ന ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ, 30-ഉം 20-ഉം 25-ഉം 40-ഉം വയസ്സുള്ളതാകുന്ന സഹോദര സഹോദരിമാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് കലാലയ മുറ്റത്ത് പരസ്പരം ഇഴുകിച്ചേർന്നു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് 4-5 മക്കളുള്ളതാകുന്ന പെൺകുട്ടികളുമായിട്ട് പ്രണയ ജോഡികളായി സ്വന്തം ഭർത്താവ് തനിക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ട മനുഷ്യനെ കളഞ്ഞിട്ട് ഇന്നലെ കണ്ടതാകുന്ന കൂട്ടുകാരനൊപ്പം പഴയതാകുന്ന കൂട്ടുകാരന് കാമുകൻ അവനുമായി വീട് വിട്ട് ഇറങ്ങുന്ന തലത്തിലേക്ക് ഇന്നത്തെ നവതലമുറയിലാകുന്ന യുവതികൾ ഗെറ്റുകറി എന്ന പേരിലുള്ള കൂട്ടായ്മയിലൂടെ ഉണ്ടായിത്തീരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എത്രയോ സംഭവങ്ങൾ ഈ അടുത്തിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒന്നും പറയുന്നില്ല. പഴയ കോളേജ് കൂട്ടുകാരികളൊക്കെ ഒരുമിക്കുക, എന്നിട്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചവർ തമ്മിൽ ഒരുമിക്കുന്നു, ഒരു കൂട്ടായ്മ നടത്തുന്നു. ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് ഈ പറയുന്നത്. വാട്സാപ്പ് ഒരു ഭക്ഷണം കഴിച്ചിട്ട് പിരിയുന്നതിന് ഞാൻ കുറ്റം പറയുന്നില്ല. പരസ്പരം അവരോട് വേണ്ടുന്ന ഇസ്ലാമികമാകുന്ന വിശ്വാസ പ്രകാരങ്ങളിൽ, ആചാര അനുഷ്ഠാനങ്ങളിലൊക്കെ കൃത്യത വരുത്തിക്കൊണ്ട് അതിൻ്റെതാകുന്ന മറപാലിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന നിസ്സീമമായ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും പരിപൂർണ്ണ പിന്തുണ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വാട്സാപ്പ് കൂട്ടായ്മയാക്കി ആ പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടിട്ട് അവളുമായി രഹസ്യമായി ചാറ്റിംഗ് അവരുടെ ഭർത്താവിൽ നിന്ന് അകറ്റിയെടുത്ത് അവരുടേതാകുന്ന വിഷമങ്ങളും ഘട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി, നിനക്ക് ഭർത്താവുമായിട്ട് നിന്നെ ഭർത്താവ് അത്രയേറെ സ്നേഹിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ച് പാവപ്പെട്ട പെണ്ണിന്റെ ഹൃദയത്തിൽ നിന്ന് ഭർത്താവിനോടുള്ള സ്നേഹത്തെ അടർത്തി മാറ്റിയിട്ട് കാമുകൻ എന്ന് പറയുന്ന അന്യ സമുദായത്തിൽപ്പെട്ടവനും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനുമാകുന്ന അവർക്ക് അന്യരാകുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഇഴുകിച്ചേർന്നുകൊണ്ടുള്ളതാകുന്ന ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ള ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വസ്തുതയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ഒരു വിഷയമാണ്. അത് നമ്മുടെ സമൂഹം വളരെ ശ്രദ്ധിക്കണം. ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണം. കാണുന്ന എല്ലാ സ്ഥലത്തേക്കും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ഇസ്ലാമികമാകുന്ന യാതൊരുവിധ കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ദുന്യവിയായ പ്രഹസനങ്ങളിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. റസൂൽ എന്ന് പറയുന്നു, ദുന്യാവ് നിങ്ങൾക്ക് വല്ലാതെ വാരിപ്പുണരുന്നതിനെയാണ് ഞാൻ ഭയക്കുന്നത്, ദാരിദ്ര്യത്തെ എനിക്ക് ഭയമില്ല. നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ്, ഏതുപോലെയാണ് നിങ്ങൾക്ക് ദുന്യാവ് കടന്നു വരിക, മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിനെ വാരിപ്പുണരുന്നത് പോലെ നിങ്ങളും ദുന്യാവിനെ വാരിപ്പുണരുമേ. ഫതനാഫസുഹാ കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ ഫിർഔൻ പോലെ, നമ്രൂദ് പോലെ, ഹാമാൻ പോലെ മുൻഗാമികളാകുന്ന ആളുകൾ ദുന്യാവിന്റെ പിറകെ മത്സരിച്ചതുപോലെ നിങ്ങളും ദുന്യാവിന് വേണ്ടി മത്സരിക്കുമേ. കമാ തനാഫസുഹാ. മുൻഗാമികളാകുന്ന ആളുകൾ
ആളുകൾ ദുനിയാവിന്റെ പിറകെ പോയതുപോലെ നിങ്ങളും ദുനിയാവിന്റെ പിറകെ പോകുമ്പോ ഫതുഹലികകും കമാ അഗ്ലകതുഹും അവരെ നശിച്ചതുപോലെ നിങ്ങളും ദുനിയാവിൽ നശിക്കുമേ എന്ന്, നിങ്ങളും ദുനിയാവിൽ മോശമാകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ഛത്രാധിപതിയാകുന്ന ആളുകൾ എവിടെയാണ് പോയതെന്നറിയില്ലേ? പരിശുദ്ധമായ ഖുർആൻ സുവ്യക്തമായി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ ഓതി പറയുകയാ, സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൂട്ടാളികളെയും വല്ലാതെ പ്രയാസപ്പെടുത്തിയിരുന്നതായ ഫിർഔൻ, റംസീസ് രണ്ടാമനെന്ന് ലോകം രേഖപ്പെടുത്തിയതായ ചക്രവർത്തിയല്ലേ, തെമ്മാടിയായ മനുഷ്യരല്ലേ, ധിക്കാരിയായ മനുഷ്യരല്ലേ, അഹങ്കാരം ഹൃദയത്തിൽ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലും ഇഞ്ചിഞ്ചായി വളർന്ന് പന്തലിച്ചതായ വ്യക്തിയല്ലേ, ലോകം കണ്ട ഏറ്റവും വലുതായ സമുന്നതരായ രാജാതിരാജൻ ഞാനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞവനല്ലേ, ഈ ലോകത്തിന്റെ സംരക്ഷകൻ റബ്ബ് ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചവനല്ലേ, അതിനെതിരായി നിൽക്കുന്ന ആളുകളെ വല്ലാതെ ക്രൂശിച്ചവൻ ഫിർഔനല്ലേ, ഫിർഔനല്ലേ. വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. തനിക്കെതിരെ കടന്നു വരുന്നവരെ പലകയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് കടത്തിയിട്ട് കൈകാലുകളിലേക്ക് പച്ചയായി ശരീരത്തിൽ വസ്ത്രമില്ലാതെ കൊണ്ടുവന്ന് ഉരിഞ്ഞ് കടത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആണി കൊണ്ടുവന്ന് തറയ്ക്കുകയാ. നഊദു ബില്ലാഹ്. ഇഞ്ചിഞ്ചായി കൊല ചെയ്യുകയാണ്. കൈകാലുകളിലേക്ക്, കവിളിലേക്ക്, ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് ഇഞ്ചിഞ്ചായി ഓരോ അവയവങ്ങളിലും ഓരോ വിരലുകളിലും ആണി കൊണ്ടുവന്ന് അടിക്കുകയാണ്. ഖുർആൻ അവനെ വിശേഷിപ്പിക്കുകയാണ്, വഫിർഔന ദിൽ ഔതാദ്, വഫിർഔന ദിൽ ഔതാദ്. മൂസാ നബി അലൈഹിസ്സലാം എന്ന കാലഘട്ടത്തിൽ അല്ലാഹയെ കൊണ്ട് വിശ്വസിക്കാതെ, മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കാതെ, ഹാറൂൻ നബി അലൈഹിസ്സലാം എന്ന മൂസാ നബിയുടെ ജ്യേഷ്ഠനെ കൊണ്ട് വിശ്വസിക്കാതെ റബ്ബിന് എതിരായി നിലകൊണ്ടതായ വ്യക്തിയല്ലേ, ആളുകളെ ഞാനാണ് റബ്ബ് എന്ന് പറയുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത വ്യക്തിയല്ലേ. റബ്ബ് ഞാനാണ് എന്ന് അംഗീകരിക്കാത്തവരെ പിടിച്ചു കൊണ്ടുവന്ന് പച്ച പലകയിലേക്ക് കടത്തിയിട്ട് അവരെ പച്ചയായി കൊണ്ടുവന്ന് ശരീരത്തിലേക്ക് ആണി കൊണ്ടടിക്കൂ എന്ന് ഖുർആൻ പറയുകയാ. ആ രീതിയിൽ അവൻ പ്രവർത്തിച്ചവനാണ്. വഫിർഔന ദിൽ ഔതാദ്. ആണിയുടയവനാകുന്ന ഫിർഔൻ അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഈജിപ്ത് മുഴുവൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന അഹങ്കാരിയല്ലേ, ധിക്കാരിയല്ലേ. എന്റെ അധികാരത്തിലാണ് ഈ മനോഹരമാകുന്ന നൈൽ നദി പോലും ഒഴുകുന്നവനെന്ന് വാദിച്ചവനല്ലേ. ഈ മിസ്ർ എന്ന് പറയുന്ന സുന്ദരമായ കൃഷിഭൂമിയാകുന്ന ഈജിപ്തിന്റെ മനോഹാരിത മുഴുവനും എന്റെ അധീനതയിലാണെന്ന് ഗീർവാണം മുഴക്കിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ. നഊദു ബില്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അദ്ദേഹത്തിൻ്റെതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും വിശ്വാസം നൽകിയതായ ഏതാനും ചില മരണക്കാരെ കുറിച്ച് അവൻ പറഞ്ഞതായ വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വലൗസല്ലിബന്നകും ഫീ ജുദൂഇൻ നഖൽ വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. قال آمنتم له قبل أن آذن لكم. നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകുന്നതിന് മുമ്പ് മൂസായെ കൊണ്ടും അവൻ്റെതാകുന്ന അല്ലാഹുവിനെ കൊണ്ടും എന്റെ കൂട്ടുകാരായി നിലകൊണ്ടതായ സാഹിരികളായ ആളുകളെ നിങ്ങൾ വിശ്വസിച്ചുവോ? അവരെ പിടിച്ചു കൊണ്ടുവരണേ. ഫല ഉഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. അവരുടെ വലത് കൈ ഛേദിക്കണേ, ഇടത് കാല് വെട്ടിയെടുക്കണേ. ഫിർഔന്റെ പ്രവർത്തനമാണ്. ലോകത്ത് ഒരു രാജാവും ഒരു ഏകാധിപതി അങ്ങനെ ചെയ്തിട്ടില്ല. ഫിർഔനെ കൊണ്ട് അവിശ്വസിച്ച അല്ലാഹു എന്ന ഏകദൈവത്തെ കൊണ്ട് ഏതാനും ചില ആളുകൾ, ചരിത്രം ഞാൻ പറയുന്നത് വിശാലമാണ്, അവരോട് പറയാൻ അവരെ ചെയ്യേണ്ടത് പട്ടാളക്കാരോട് പറയാ, ഇവരുടെ വലത്തെ കൈ വെട്ടുമ്പോ ഇടത്തെ കാല് അവന്റെ മുറിക്കണം.
ഇനി ഏതെങ്കിലും ഒരുത്തന്റെ ഇടത്തെ കൈയാണ് മുറിക്കുന്നതെങ്കിൽ ഏത് വെട്ടണം? വലത്തെ കാല് വെട്ടണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേസ് ചെയ്യുക. വലത്തെ കൈയാണ് വെട്ടിയെങ്കിൽ ഇടത്തെ കാല്, ഇടത്തെ കൈയാണ് വെട്ടിയെങ്കിൽ വലത്തെ കാല്. അതാകുമ്പോ ഒരിക്കലും അവൻ എന്ത് ചെയ്യൂല, സ്വാധീനം ഉണ്ടാവൂല. ഒരുത്താളുടെ വലത്തെ കൈയും വലത്തെ കാലും പോയി ഇടത്തെ കാലും ആസ്വദിച്ചു പോവാം. ഇത് മറ്റേത് 8-10 വലത്തെ കൈയും പോയി പുറത്തും പോയി. നോക്കണം അവൻ കൊടുക്കുന്ന കിരാതമായ അവന്റെ ശിക്ഷ, അവന്റെ ബുദ്ധിവൈഭവം. അവൻ ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളതാകുന്ന എത്ര ദർശനാശക്തിയുള്ളവനായിരുന്നു. ചിന്തിക്കണം, എത്ര ക്രൂരമായ നടപടിയാണ് അവൻ സ്വീകരിക്കുന്നത്. അങ്ങനെ അവരുടെ വെട്ടി കൈകാലുകൾ അങ്ങനെ വിച്ഛേദിച്ചു. വലത്തെ കൈ വെട്ടി, ഇടത്തെ കാല് വെട്ടി. ഒരുത്തന്റെ അങ്ങനെ വെട്ടുമ്പോൾ അടുത്തവന്റെ ഇടത്തെ കൈയും വലത്തെ കാലും. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് പച്ച പലകയിലോട്ട് കൊണ്ടുവന്ന് അടിക്കാൻ പറഞ്ഞു. ആണിക്കടിക്കാണ് ബാക്കിയുള്ള അവയവങ്ങളിലേക്ക് രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു. ആലോചിച്ചു നോക്ക്, ജീവൻ പോവാൻ. ഷഹീദ് എന്ന് പറഞ്ഞ ഇതൊക്കെയാണ് ഷഹീദ്, അല്ലാതെ ഒറ്റയടിക്ക് കഴുത്ത് വെട്ടിയിടുന്നല്ല. കൈ കാലുകൾ ഇഞ്ചിഞ്ചായിട്ട് വേദന കൊടുത്തു കൊല്ലുകയാണ്, ആണി അടിക്കുകയാണ്, ക്രൂശിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണ് സഹോദരങ്ങളെ. ഇതെല്ലാം ഈ ഉമ്മത്ത് പഠിക്കേണ്ടത്. وَلَأُصَلِّبَنَّكُمْ فِي جُذُوعِ النَّخْلِ وَلَتَعْلَمُنَّ أَيُّنَا أَشَدُّ عَذَابًا وَأَبْقَىٰ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ, സമുദായത്തെ, അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചതായ ഫിർഔനിന്റേതാകുന്ന കൂട്ടാളികളോട് ചെയ്ത നീചമായ പ്രവർത്തനമാ. സുബ്ഹാനല്ലാഹ്. അവരപ്പോഴും ആ കഴുകുമരത്തിൽ കടക്കുമ്പോഴും അവർ വിളിച്ചു പറയുകയാ, ക്രൂശിക്കുമ്പോഴും അവർ പറയുന്നു, ആമന്നാ ബിറബ്ബി മൂസ വഹാറൂൻ. മാറ്റമില്ല. തൗഹീദിന്റേതാകുന്ന മന്ത്രോച്ചാരണം നടത്തുകയാണ്. ഏത് ഏകാധിപതി ഭരിക്കട്ടെ, ഏത് സ്വേച്ഛാധിപതി ഭരിക്കട്ടെ, ഈമാൻ കളഞ്ഞു കുടിക്കാൻ പാടില്ല മുസ്ലിമേ. ഏക സിവിൽ കോഡ് കൊണ്ടുവന്നാലും ഏത് തലത്തിലേക്കും നിന്നെ ക്രൂശിക്കപ്പെട്ടാലും ഈമാൻ പണയം വെക്കാൻ പാടില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും ഹാറൂനിനെ കൊണ്ടും ഞങ്ങളിതാ വിശ്വസിച്ചു എന്ന് ഫിർഔനിന്റെ കൂട്ടാളികൾ പറയുകയാണ്. ആമന്നാ ബിറബ്ബി മൂസാ മൂസാ നബിയെ കൊണ്ടും ബഹുമാനപ്പെട്ടതാകുന്ന ഹാറൂനെ കൊണ്ടും അവരുടെ റബ്ബിനെ കൊണ്ടും ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. മാറ്റമില്ല, ഈമാനൊന്നും പുറകോട്ട് പോകില്ല. എങ്ങനെയൊക്കെ ഇനി ഞങ്ങളെ കൊന്നാലും ആലോചിച്ചു നോക്കുക. നമ്മുടെയൊക്കെ കൈവരയിലോട്ട് എന്തെങ്കിലും ഒന്ന് വന്നാല് ഒരു മെഴുകുതിരി കൊണ്ടൊന്ന് പൊള്ളി വീണാ മതി, അപ്പൊ ഈമാനും തെറ്റിപ്പോകുന്ന ഈമാന. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അധികമൊന്നും വേണ്ട. ഭയങ്കര ആൾക്കാരായിട്ട് നമ്മളിരിക്കുന്നു. ഒരു ഈമാനില്ല. അതുകൊണ്ടാണല്ലോ 27-ാവിന് ഒരു പൊതി കിട്ടി, രണ്ടാമത്തെ പൊതി ഹരിയര് പിന്നെ കിട്ടുക. കിട്ടിയില്ല. 27-ാവിന് വന്നിരിക്കുക, തൗബയുടെ കുടത്തി കൈയിട്ടിട്ട് മൊത്തം തൗബയും വാങ്ങിച്ചിട്ടിരിക്കുക. അപ്പോഴും പൊതി പച്ചക്കള്ളം പറഞ്ഞിട്ട് പിന്നെ പൊതി വാങ്ങിച്ചിട്ട് ആക്റ്റീവായിട്ട് കൊണ്ടുപോയി വെച്ചിട്ട് ഓടുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആണോ അല്ലയോ? എത്ര കിട്ടിയാലും മതിയാവൂല. പിറ്റേ ദിവസം നോമ്പാണ്. ഇത് ഇടയത്താഴത്തിന് കൊണ്ടുവന്നിട്ട് അപ്പച്ചമ്പി കയറ്റിയിട്ട് ആവി കയറ്റി അടിക്കുകയാണ്. വയറിളക്കി തൂറുകയാണ്. എന്നാലും കുഴപ്പമില്ല, പിന്നെയും സാധനം കൊണ്ടുപോകണം. ഇത് വയറ്റി പിടിക്കുന്നില്ല. 2 ദിവസമായപ്പോൾ ഇത് ഇടങ്ങേറാണ്. എന്നാലും കുഴപ്പമില്ല, പിന്നെയും എടുത്തോളൂ. ആണോ അല്ലയോ? ആണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കി. എന്നിട്ട് നന്നാവിൻ. നമുക്കെന്തിനും ഒരെണ്ണം പറക്കത്തിന് വിശ്വമില്ല. രണ്ടാമത് ചോദിക്കും, കിട്ടിയതാണ്. കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിരുന്നു. സത്യം പറയാമല്ലോ, ഇതിന് നമ്മൾ കള്ളം പറയുന്നു. നമ്മളിതൊക്കെ ഒരു ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നല്ലേ? ആണോ അല്ലേ? മറ്റുള്ളവർ കൂടി അത് എത്തട്ടെ, അങ്ങനെ ഒരു വിശാലത ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാം നമുക്ക് വേണം. ദുനിയാവ് ഇങ്ങനെ വാരിപ്പണരുക. ഭക്ഷണമായാലും എത്ര പൊതി കിട്ടിയാലും ഇതിങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുക. ഒരിക്കലും പാടില്ല. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. പഠിച്ചു വെക്കണേ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിർത്ത് ഒരു 10 മിനിറ്റിനുള്ളിൽ. ബുദ്ധിമുട്ടണ്ട, 10 മിനിറ്റ് നിർത്താം. അല്ലാഹു ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ 24 പടച്ചറബിന്റെ ദർബാറിലുള്ള നൃത്തത്തിന് കുറവ് വരുത്താക്കണേ അല്ലാ. മഹ്ശറയിലുള്ള നൃത്തം ഞങ്ങൾക്ക് കുറവ് വരുത്താൻ ഈ സദസ്സിലെ ഇരുത്തം നീ സബബാക്കണേ അല്ലാ. ലോകം കണ്ട ഏറ്റവും വലിയ
ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമാകുന്ന ഫിറഔൻ റംസീസ് രണ്ടാമത്തേതാകുന്ന അധപതനം തുടങ്ങുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം അവനെതിരെ ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ പടച്ച റബ്ബേ റബ്ബന തുമിസ് അലാ അംവാലിഹിം വസ്ജുദ് അലാ ഖുലൂബിഹിം ഹത്താ യറവുൽ അദാബൽ അലീം. അവന്റെ സമ്പത്ത് മുഴുവനും നീ തകർക്കണേ അല്ലാഹ്. സമ്പത്തിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ ഈ ധിക്കാരം കാണിക്കുന്നത് പടച്ച റബ്ബേ. അവന്റെ സമ്പത്ത് മുഴുവനും നീ ഇല്ലാതാക്കണേ അല്ലാഹ്. എല്ലാം നീ തകർത്തെറിയണേ അല്ലാഹ്. വസ്ജുദ് അലാ ഖുലൂബിഹിം അവന്റെ ഹൃദയത്തിൽ നീ കാഠിന്യത കൊടുക്കണേ അല്ലാഹ്. അവനെ നീ പിടിച്ചു നിർത്തണേ റബ്ബേ. അവന്റേതാകുന്ന സർവ്വ അഹങ്കാരത്തെയും നീ ഇതോടുകൂടി തീർക്കണേ അല്ലാഹ്. ഹത്താ യറവുൽ അദാബൽ അലീം വേദനാജനകമാകുന്ന ശിക്ഷ അവന് നീ നൽകണേ അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും അതാ ഫിറഔനും കൂട്ടാളികളും പുറകെ ഇട്ട് ഓടിക്കുക. സുബ്ഹാനല്ലാഹ്. ചരിത്രം വിശാലമാണ്. ചെങ്കടലിന്റെ പരിസരത്ത് എത്തുകയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലടിക്കാൻ വേണ്ടി പടച്ച റബ്ബ് പറയുകയാണ്. വജാവസ്നാ ബിബനി ഇസ്രായീലൽ ബഹറ ഫഅത്ബഅഹും ഫിറഔൻ വജുനൂദുഹും ബഗയൻ വഅദ്വാ. അതിശത്രുതയോടുകൂടി അഹങ്കാരത്തോടുകൂടി മൂസാ അലൈഹിസ്സലാമിനെയും സമൂഹത്തെയും ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അതാ ഫിറഔനും കൂട്ടാളികളും 10,000 പടയാളികളുമായി അശ്വാരൂഢന്മാരുമായി കുതിരയുടെ പുറത്ത്, ഒട്ടകത്തിന്റെ പുറത്ത്, കഴുതയുടെ പുറത്ത് വലിയ വലിയ വാഹന മുഖത്തോടുകൂടി കടന്നു വരുന്നതാകുന്ന ഫിറഔന് പാവപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും ഏതാനും ചില വിശ്വാസികളും പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈജിപ്തിന്റെ മണ്ണിൽ നിന്ന് യാത്ര പറയുകയാണ്. അതാ കടന്നു വരുകയാണ്. ചെങ്കടലിന്റെ പരിസരത്തേക്ക് എത്തിയപ്പോ അല്ലാഹ് പറയുന്ന മൂസാ നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചെങ്കടലിൽ നടിക്കണേ. മുഅ്ജിസത്തിന്റെ അമാനുഷികമാകുന്ന വടി കൊണ്ട് നിലത്തടിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ആ കടൽ ഇരു പാർശ്വങ്ങളിലേക്ക് മാറുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ച റബ്ബ് 2 വസ്തുക്കളോട് പറയുകയാണ്, ചെല്ലിൻ നിങ്ങൾ വേഗം. ഒന്ന് കാറ്റിനോടാണ്, മറ്റൊന്ന് സൂര്യനോടാണ്. വേഗം തന്നെ കാറ്റ് വരികയാണ്. അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന തിരമാലകൾ കൊണ്ടൊഴുകിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടകാരിയാകുന്ന, ലോകത്തെ തന്നെ ഏറ്റവും വലിയ അപകടകാരിയായ അറിയപ്പെടുന്നതാകുന്ന ചെങ്കടൽ, ആ ചെങ്കടൽ ഇരു പാർശ്വങ്ങളിലേക്കും കാറ്റടിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയാണ്. ഒരു മതിൽ പോലെ മാറ്റി നിർത്തുകയാ. വേഗം തന്നെ സൂര്യന്റെ രശ്മിയുടെ കിരണങ്ങൾ വന്നുകൊണ്ട് ആ കടലിന്റെ അടിയിലേക്ക് വന്നുകൊണ്ട് പതിക്കുകയാണ്. വേഗം തന്നെ കടലിന്റെ താഴ്ഭാഗം ഉണക്കി കൊടുക്കുകയാ. ബഹുമാനപ്പെട്ടതാകുന്ന മൂസാ നബി അലൈഹിസ്സലാമും കൂട്ടാളികളും അതിലൂടെ സുന്ദരമായി ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. ചെങ്കടൽ മുറിച്ചു കടന്നു. അടുത്ത് നിങ്ങൾ ഒരാഴ്ച മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ വാർത്തയുണ്ടായിരുന്നു, കന്യാകുമാരിയിൽ കടല് നീങ്ങി 50 മീറ്ററോളം ഉൾവലിഞ്ഞു. വാർത്തകൾ വായിച്ചായിരുന്നു? അതാ ന്യൂസ് അടിച്ചു നോക്കി നിങ്ങൾ. ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് തന്നെ 50 മീറ്റർ ഉൾവലിഞ്ഞു കന്യാകുമാരിയിൽ. 50 മീറ്റർ പാറകളൊക്കെ തെളിഞ്ഞു. അവിടെയുള്ള ബോട്ട് സർവീസ് അന്നത്തെ ദിവസം നിർത്തിവെച്ചു. അവസാനം വൈകുന്നേരമായപ്പോഴാണ് അത് വീണ്ടും കൂടിച്ചേർന്നത്. നോക്കൂ നിങ്ങൾ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന പ്രതിഭാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2023 കാണിച്ചു തരാൻ. 50 മീറ്റർ ഇങ്ങനെ നീങ്ങുന്നത് ആര് നീക്കിയതാ? അല്ലാഹ് നീക്കിയാണ്. അല്ലാതെ മനുഷ്യന്മാരെ നീങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നീങ്ങോ? മനസ്സിലാക്കണം. ഇവിടുന്ന് പടച്ച റബ്ബ് അത് കാണിച്ചു തരികയാണ് നമുക്ക് ഈ ഉമ്മത്തിന് 2023 ദൃഷ്ടാന്തമായി. സുബ്ഹാനല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാമും സമൂഹവും അപ്പുറത്ത് എത്തുകയാണ്. ചെങ്കടൽ മുറിച്ചു കടക്കുകയാണ്. തൊട്ടുപുറകെ ഫിറഔനും കൂട്ടാളികളും അതാ കടലിലേക്ക് പ്രവേശിക്കുകയാണ്. മാറി നിൽക്കുന്നതാകുന്ന ചെങ്കടൽ കണ്ടു. അത്ഭുതത്തോടുകൂടി തന്നെ അതിനുള്ളിലേക്ക് കടക്കുകയാണ്. എത്രയും വേഗം മൂസയെ പിടിക്കണം. ചിന്തിക്കുന്നില്ല ഈ കടൽ വന്ന് ചേരുമെന്ന്. ഒരിക്കലും അത് ചേരുമെന്ന് ചിന്തിക്കുന്നില്ല. കാരണം ഞാനാണ് രാജാധിരാജൻ, അധികാരത്തിന്റെ പരമോന്നതനാകുന്ന മത്ത് പിടിച്ചതാകുന്ന ഫിറഔന് നടുക്കളത്തിലെ
കടക്കിലേക്ക് എത്തിയപ്പോൾ തന്നെ അല്ലാഹു പറയുകയാ, കടലേ നീ തിരിച്ചു പഴയതുപോലെ ആകണേ. സുബ്ഹാനല്ലാഹ്. വഅഗ്റഖനൽ ഫിർഔന വജുനൂദഹു, ഫിർഔനെയും അവന്റെ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്കടലിൽ എലിക്കുഞ്ഞിനെ മുക്കിക്കൊല്ലുന്നത് പോലെ നിസ്സാരമായി, ഒരു സാധാ സീത എലിക്കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നത് പോലെ നിസ്സാരമായി പടച്ച റബ്ബ് കൊന്നുകളയുകയാ. ഹത്താ ഇദാ അദ്റകഹുൽ ഖറഖു, തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം ഇങ്ങ് എത്തിയപ്പോ, അവസാന ശ്വാസത്തിലേക്ക് എത്തിയപ്പോ, മരിക്കുമെന്ന് ഉറപ്പ് വന്നതാകുന്ന സമയത്ത് ഫിർഔൻ എന്ന് പറയുന്ന ഏകാധിപതി, ആരാണിവൻ, എന്റെ കാൽച്ചുവട്ടിലൂടെയാണ് ഈ വരുന്നതാകുന്ന നൈൽ നദി ഒഴുകുന്നത് എന്ന് അഭിമാന പുരസ്സരം പറഞ്ഞ, ഞാനാണ് അധികാരത്തിൻ്റെതാകുന്ന പരമോന്നതമാകുന്ന പദവിയിൽ നിലകൊള്ളുന്നത്, ഞാനാണ് റബ്ബ് എന്ന ഗീർവാണം മുഴക്കിയ ഏറ്റവും വലിയ മോശപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ, തനിക്കെതിരെ നിലകൊണ്ടതാകുന്ന ആളുകളെ ആണിയടിച്ചുകൊണ്ട് ക്രൂശിച്ചവനല്ലേ, ലക്ഷക്കണക്കിന് ചെറിയതാകുന്ന ആൺകുട്ടികളെ നിഷ്ഠൂരമായി കൊന്നടുക്കിയവനല്ലേ, അവരിതാ വിളിച്ചു പറയുകയാണ്, ആമന്തു ബില്ലദീ ബിറബ്ബി മൂസാ വഹാറൂൻ, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ഞാനിതാ ഇസ്രായേലി ജനത വിശ്വസിച്ച ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ റബ്ബാകുന്ന ഏകദൈവ തമ്പുരാനാകുന്ന പടച്ച റബ്ബിനെ കൊണ്ട്, അല്ലാഹുവിനെ കൊണ്ട് ഞാനിതാ വിശ്വസിക്കുകയാണ്. അവൻ വിളിച്ചു പറയുകയാ, ബഹുമാനപ്പെട്ടതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം പറഞ്ഞു കൊടുത്തതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ അവൻ ഇതിങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. കാരണം പടച്ച റബ്ബ് കാരുണ്യവാനാണ്. ഞാനിതാ പടച്ച റബ്ബ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹ് എനിക്ക് പൊറുക്കലിനെ തേടണേ, ഞാനിതാ പൊറുക്കലിനെ തേടുന്നു, എന്റെ എല്ലാ പാപങ്ങളും അപരാധങ്ങളും പുറത്തു തരണേ എന്ന് ആ സമയത്ത് വ്യക്തി തൗബ ചെയ്യുന്നതുകൊണ്ട് അല്ലാഹു എങ്ങാനും പുറത്തു കൊടുത്തെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ആ രീതിയിൽ വർത്തിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ രീതിയിൽ ലോകം മുഴുവനും അടക്കി ഭരിച്ചതാകുന്ന ഫിർഔനിന്റെ അധപ്പതനം നടന്നതും പരിശുദ്ധമായ മുഹറം 10-നാണ്. ഈ വലിയതാകുന്ന ചക്രവർത്തി ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായി നിലകൊണ്ടവൻ, ദുന്യാവിന് വേണ്ടി നടന്നവൻ, അവന്റേതാകുന്ന അധപ്പതനം, അവന്റേതാകുന്ന കീഴടങ്ങൽ, അവനാ ചത്തൊടുങ്ങിയത് ചെങ്കടലിൽ അവനെ കൊന്നത് ഈ പരിശുദ്ധമായ സുദിനത്തിലാണ്. അല്ലാഹു പറയുന്നു, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇന്നേ ദിവസം ഉണ്ടായ സംഭവം ഇവിടെ ശ്രദ്ധിക്കണേ. അല്ലാഹു പറയാൻ, ഫല്ലൗ ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഇനി വരാനിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, പതിയാങ്കരയുള്ളതാകുന്ന വിശ്വാസികളുണ്ട്. അവർക്കും അന്നുള്ള അവിശ്വാസികൾക്കും അന്നുള്ള നിരീശ്വരവാദികൾക്കും അവിടെയുള്ള യുക്തിവാദികൾക്കും ഇസ്ലാമിനെ ചാനലുകൾ കയറിയിരുന്നു കൊണ്ട് തെറിയഭിഷേകം നടത്തുന്നതായ ആളുകൾക്കുമൊക്കെ ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് ഞാൻ അവശേഷിപ്പിക്കുകയാണ് ഇവന്റേതാകുന്ന ശരീരത്തെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നിന്റെ ശരീരത്തെ നാം ശേഷിപ്പിക്കും, അതിനെ നാം രക്ഷപ്പെടുത്തി സംരക്ഷിക്കും. ഇവന്റെ ശരീരത്തെ അല്ലാഹു കാത്തു സംരക്ഷിച്ചു. ഇന്നും നിങ്ങൾ ഈജിപ്തിൽ നാഷണൽ മ്യൂസിയത്തിൽ പോയാൽ നേർക്ക് നേരെ കാണാം. $20 കൊടുക്കണം അവനെ കാണാൻ. $10 ലൈബ്രറി കയറുന്നതിന്, അവന്റെ പൂമുഖം ദർശിക്കുന്നതിന്, പൂമുഖം എന്ന് പറഞ്ഞത് കളിയാക്കി പറഞ്ഞതാ, ദർശിക്കുന്നതിന് $10 കൂടി, അങ്ങനെ $20 കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഞാൻ കണ്ടു. അവനെ നേർക്ക് നേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ കാണാൻ തൗഫീഖ് തരട്ടെ. എന്തിനാത്? നബിയെ സിയാറത്ത് ചെയ്യുന്ന പോലെ അല്ല, മഹത്തുക്കളെ സിയാറത്ത് ചെയ്യുന്ന പോലെ അവനെ പോയി സിയാറത്ത് ചെയ്യാനല്ല, മറിച്ച് ആ ഹൈവാനെ ഒന്ന് കണ്ടിട്ട് 2 വാക്കൊന്ന് സംസാരിക്കാൻ. ഒരു ദൃഷ്ടാന്തമാണത്, ഇന്നും ജീവിച്ചിരിക്കുന്ന ദൃഷ്ടാന്തം. ഇന്നും ഈ സമൂഹത്തിൽ യുക്തിവാദികളില്ലേ, നിരീശ്വരവാദികളില്ലേ, യുക്തിവാദികളില്ലേ, ഇസ്ലാമിനെതിരെ കൊഞ്ഞണം കുത്തുന്നവരില്ലേ. എന്നാൽ ഖുർആനിന്റെ സൂറത്ത് യൂനുസിലെ ഈ അധ്യായം ഇന്നും ജനങ്ങൾക്ക് വലിയതാകുന്ന പാഠമാണ്. ഈ സൂക്തം എന്നെന്നും നിലനിൽക്കും. ജനങ്ങളിൽ അധിക ആളുകളും ഈ ദൃഷ്ടാന്തത്തൊട്ട് അശ്രദ്ധരാണ്. ശരിയാണ്, ആരും ചർച്ച തന്നെ ചെയ്യുന്നില്ല. വേറെ ഏതെങ്കിലും മതത്തിനാണെങ്കിൽ ഇന്നും ചർച്ച ചെയ്താൽ. നിങ്ങൾക്കറിയുമോ ഇവന്റേതാകുന്ന ബോഡിയെ കണ്ടെത്തിയത് എപ്പോഴാണെന്നറിയുമോ? ഈ സംഭവം നടക്കുന്നത് BC 1235-ലാണ്. BC 1235-ലാണ്.
അതിനുശേഷം AD 1881 ഇവന്റെ ബോഡി കണ്ടെടുക്കുന്നത്. അഥവാ ഏകദേശം 3116 വർഷങ്ങൾക്ക് ശേഷം. ശരിക്കും പഠിക്കണേ, ശരിക്കും മനസ്സിലാക്കി. ഇവന്റേതാകുന്ന ബോഡിയെ കടലിന്റെ ആഴിയിൽ നിന്ന്, ചെങ്കടലിൽ നിന്ന് കണ്ടെടുക്കുന്നത് എപ്പോഴാണ്? 3116 വർഷങ്ങൾക്ക് ശേഷം. ഒരു കേടുപാടുമില്ല. 1908 ഇവന്റേതാകുന്ന ശരീരത്തെ അന്ന് ജീവിച്ചിരുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ അദ്ദേഹം പരിശോധന നടത്തി. സ്മിത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറയുന്നു, വല്ലാത്ത അത്ഭുതം, ഖുർആൻ പറഞ്ഞത് സ്ഥിരപ്പെട്ടിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങൾക്ക് പോലും ഒരു കേടുപാടുമില്ല. ഇന്നുകൊണ്ട് മ്യൂസിയത്തിൽ പോയി നോക്കണം. ഈജിപ്തിൽ വലിയ മ്യൂസിയമാണ്. ഗവേഷണ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ വലിയ പഠനത്തിന് ഉപകരിക്കുന്ന